ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ ഭൗതിക വസ്തുക്കളൊന്നും തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് നശിച്ചു പോവുകയാണ്. എന്നാൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വലിയൊരു സത്യം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16 അധ്യായം 20 മുതൽ 23 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ അവരിൽ നിന്ന് കടന്നു പോകാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ച് വിഷമത ഉണ്ടാകുന്നെങ്കിൽ ഈശോ അത് പറയുന്നത് വളരെ വ്യക്തമാണ്. ഒരു സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ അവൾ ആ സമയത്ത് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ അവൾ ഒരു കുഞ്ഞിനെ ലോകത്തിൽ നൽകിയതിനെ ഓർത്ത് സന്തോഷിക്കുന്നു. ഇതുപോലെ ഈശോ പറയുകയാണ്, താൻ കടന്നു പോകുന്ന സമയത്ത് ശിഷ്യന്മാരെ കുറിച്ച് തനിക്ക് വേദനയുണ്ട്. പക്ഷേ എന്നാൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ പിതാവിലേക്ക് പോകാനുള്ള സമയമാകുമ്പോൾ സന്തോഷിക്കും. കാരണം തൻ്റെ ജീവിതം പാഴായിട്ടില്ല. താൻ കരുതി വെച്ചത്, പിതാവിന് വേണ്ടി സമ്പാദിച്ചതൊക്കെ അത് ഉത്തമമായി കാത്തു സൂക്ഷിക്കപ്പെടും. അതേപോലെ അത് പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഈ സന്ദേശം ഈശോയുടെ ഒരു ആത്മസംതൃപ്തിയാണ് നൽകുന്നത്. ഒന്നിനും ഉപകരിക്കാത്തതല്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒന്നു ചീഞ്ഞാൽ മറ്റതിന് അത് വളമായി മാറും എന്നുള്ളത്. അപ്പോൾ ഈശോ സ്വയം ചീയുകയാണ്. അതായത് വിത്ത് വളർന്ന് വലുതാകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഈ ഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ വളർച്ച പ്രാപിച്ചവരായി നമുക്ക് അവിടുന്ന് ആനന്ദിക്കാം, സന്തോഷിക്കാം. പരിശുദ്ധ കുർബാന നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.